നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴയിൽ ടി.വി. ദേഹത്ത് വീണ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്ക്. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ വൻ തീപിടുത്തം. കത്തിയമർന്നത് പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റ്. സംസ്ഥാനത്ത് വ്യാപക മഴ. വടകര മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തി. തിരുവനന്തപുരം മീനാങ്കല്ലിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ആശങ്കയിൽ പ്രദേശവാസികൾ. ആനകളെ വനത്തിലേക്ക് തുരത്തി. ലാഹയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പശു ചത്തു. വിശദമായ വാർത്തകൾ നോക്കാം. കോഴിക്കോട് ദേശീയപാതയിൽ വടകര മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചിലിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തി. 10 മീറ്ററിലേറെ ദൂരത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മൺകട്ടകൾ റോഡിൽ പതിച്ചിട്ടുണ്ട്. രാവിലെയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാറ്റിസ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഈ പോസ്റ്റുകളാണ് മണ്ണിടിച്ചിലിൽ നിലംപൊത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങൾ വിണ്ടുകീറിയ നിലയിലാണ്. കാലവർഷം ശക്തമാകുന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം മീനാങ്കലിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. 3 ആനകളെയാണ് മേഖലയിൽ കണ്ടത്. ആനകളെ പിന്നീട് വനത്തിലേക്ക് തുരത്തുകയായിരുന്നു. പത്തനംതിട്ട ലാഹയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പശു ചത്തു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അഴിച്ചുവിട്ട വളർത്തി വന്ന പശുക്കിടാവാണ് ആക്രമണത്തിനിരയായത്. മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. മൂവാറ്റുപുഴയിൽ ടി.വി. ദേഹത്തേക്ക് മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പൈപ്പറ മൈക്രോ ജംഗ്ഷൻ പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൽ സമദാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30യോടുകൂടിയായിരുന്നു സ്റ്റാൻഡിനൊപ്പം ടി.വി. കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. ഇടുക്കി അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്ക്. ആൻഡ്രോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും 20 അടി താഴ്ചയിലേക്ക് കുഞ്ഞ് വീഴുകയായിരുന്നു. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അമിത വേഗതയിൽ വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് മലയാളിയുടെ പിക്കപ്പ് വാഹനം കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ഗുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കൊച്ചിയിലെ അൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനത്തിലാണ് ബസ് ഇടിച്ചത്. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 മലയാളികൾക്ക് പരിക്കേറ്റു. ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഓടിച്ചു വന്ന കല്ലട ബസ്, കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴയ്ക്കാണ് ആക്ച്വലി ഞങ്ങളുടെ 2 സ്റ്റാഫ് രക്ഷപ്പെട്ടത്. ഒരാളിപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ തോളിലൊക്കെ പൊട്ടലുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിൽ ഫാത്തിമ മാത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്.
വേറൊരാൾക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. പക്ഷേ വാഹനം ശക്തമായി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി ശക്തമായിട്ട് ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇതുപോലെ ഇനി അവരുടെ അശ്രദ്ധമായ ഓട്ടം, ഡ്രൈവേഴ്സിനെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഇത് നിർത്തിവെക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് അത് ശ്രമിക്കണം. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ വൻ തീപിടുത്തം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. 20 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. പുലർച്ചെ 3 മണിയോടെയായിരുന്നു വേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം. ഇവിടുത്തെ പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 3 തൊഴിലാളികൾ വരെ യൂണിറ്റിൽ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. പക്ഷേ ആളപായമില്ല. ഈ അഗ്നി പടർന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആളുകൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 7 സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. മുഴുവൻ യൂണിറ്റുകളും എത്തി. ചാക്ക, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കഴക്കൂട്ടം, നെടുമങ്ങാട്, വിഴിഞ്ഞം തുടങ്ങി നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലും നിന്നുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. പുലർച്ചെ മുതൽ മഴ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. തൊട്ടടുത്ത് തന്നെ കെമിക്കൽ യൂണിറ്റുകളുണ്ട്, പെയിന്റ് കമ്പനിയുണ്ട്, പേപ്പർ കമ്പനിയുണ്ട്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകളുണ്ട്, CNG പമ്പും ഇന്ത്യൻ ഓയിലിന്റെ മറ്റൊരു പമ്പുമുണ്ട്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വ്യവസായ സ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടായത്. ഈ കമ്പനിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്. പ്രധാനമായും പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്ത് ബോക്സ് രൂപത്തിലാക്കി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിലേക്ക് കയറ്റി അയക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇവിടെ ഈ പ്രാഥമികമായി തന്നെ അഗ്നി നിയന്ത്രണ വിധേയമാക്കേണ്ട സംവിധാനങ്ങൾ അത് ഒരുക്കിയിരുന്നില്ല എന്ന കാര്യമാണ്. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണ് കമ്പനിക്ക്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 20ഓളം യൂണിറ്റ് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വീണ്ടും റീഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് അകത്ത് വേറെ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. വാട്ടർ സ്റ്റോറേജ് ഇല്ല. തൊട്ടടുത്തായിട്ട് AG&Bയുടെ ഫയർ ഫൈറ്റിംഗ് അവരുടെ സിസ്റ്റത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ റീഫിൽ ചെയ്ത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് വീണ്ടും മെൽറ്റായി അതിൽ നിന്ന് വീണ്ടും ഫയർ വരുന്ന ഒരു ഇതുണ്ട്. ഇവിടെ പലവട്ടം ഇതിനെപ്പറ്റി വാൺ ചെയ്തതാണ്. നമ്മളെ ഫയർ ഫൈറ്റിംഗ് മിനിമം ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് പോലും ഇതിൻ്റെ അകത്തില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഡെയിലി ഇവരുടെ അടുത്തെല്ലാം നമ്മൾ അവയർനെസ് കൊടുക്കുന്നതാണ്. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ സ്വീകരിക്കാം എന്ന് പറയുന്നതല്ലാതെ കറക്റ്റായിട്ട് ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. നോർമൽ കേസിൽ ഇവിടെ ഒരു ഫയർ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാ സ്റ്റേഷനുകളും അലർട്ടാക്കി നാട്ടുകാരും വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ്. ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കി. എങ്കിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വീണ്ടും അഗ്നി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വീണ്ടും അഗ്നിശമന സേനാംഗങ്ങൾ ആ തീ കെടുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. പൂർണ്ണമായും അഗ്നി കെടുത്തുന്നതുവരെ സേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കാസർകോട് കുമ്പളയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മധൂർ ഹിദായത്ത് നഗർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പളയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കർണാടകയിൽ നിന്ന് കാറിൽ കടത്താനായിരുന്നു ശ്രമം. 12 ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു. 5 ലക്ഷം രൂപ വില വരും. പാലക്കാട് മങ്കര പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം. അർദ്ധരാത്രി ബൈക്കിലെത്തിയ സംഘം പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ലെറിഞ്ഞ് തകർത്തു. സംഭവത്തിൽ നഗരിപ്പുറം സ്വദേശികളായ അനിൽകുമാർ, മണികണ്ഠൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 11 മണിയോടെ നഗരിപ്പുറത്തെ തട്ടുകട ഉടമയും യുവാക്കളും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയുമുണ്ടായി. കടയുടമ പോലീസിന്റെ സഹായം തേടിയിരുന്നു. പോലീസ് എത്തി പ്രശ്നത്തിൽ ഇടപെടുകയും ഇരുവരെയും പറഞ്ഞുവിടുകയും ചെയ്തു. പിന്നാലെയാണ് സ്റ്റേഷനിലെത്തിയ സംഘം ആക്രമണം നടത്തിയത്. തൃശൂർ പുന്നയൂർക്കുളം ചമ്മന്നൂർ വടക്കേക്കുന്നത്ത് റോഡിൽ രക്തക്കറ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് നടക്കാനിറങ്ങിയവർ രക്തക്കറ കണ്ടത്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു.
മോഷ്ടിച്ച ബൈക്കിൽ മാല മോഷണം നടത്തിയിരുന്ന 2 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി മാല പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെട്ട സംഘമാണ് പിടിയിലായത്. കഴക്കൂട്ടം സ്വദേശികളായ അനന്തു, സുജിത് എന്നിവരെയാണ് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കളിയിക്കാവിളയിൽ കാൽനടയാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് 6.5 പവന്റെ മാല കഴിഞ്ഞ ദിവസമാണ് ഇവർ മോഷ്ടിച്ചത്. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി പോക്സോ ഉൾപ്പെടെ 12ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. പ്രതികൾ മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. തൃശൂർ വരന്തപ്പള്ളി കരിയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ. എടത്തിരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. തൃശൂർ വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ കണ്ണീര് കുടിക്കുകയാണ്. ഒരു സീസൺ നഷ്ടമാകുന്നതിനു പുറമെ നിലമൊരുക്കാൻ ചെലവിട്ട 8,40,000 രൂപയുമാണ് വെള്ളത്തിലായത്. വരന്തരപ്പള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് ജ്യോതി വിത്ത് വാങ്ങിയത്. 100 ഏക്കർ പാടശേഖരത്തിലെ 70 ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി. 20% വിത്ത് മാത്രമാണ് മുളച്ചത്. സാമ്പിൾ വിതച്ചത് മുളച്ചു എന്ന ധൈര്യത്തിലാണ് വിത്ത് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാപ്പറമ്പിൽ പറഞ്ഞു. വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കുകളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു. ഓരോ കർഷകനും വിത്ത് വെള്ളത്തിലിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വാരിയെടുക്കുമ്പോൾ അതിൽ നിന്നൊരു ചീഞ്ഞ മണവും അതിൻ്റെ അടിയിൽ അരിമണി വാല കാണുകയൊക്കെ ചെയ്തു. എന്നാലും ചെറിയ ഒരു 20% ഒക്കെ മുള കണ്ടാലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കർഷകർ വിതയ്ക്കുകയും ചെയ്തു. വിതച്ച് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പാടശേഖരത്തിൽ ഒരു വിത്ത് പോലും മുളച്ചിട്ടുമില്ല. വളരെ ചില കണ്ണകളിൽ മാത്രം 20%, 30% ഇങ്ങനെയുള്ള മുള കണ്ടത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട കൃഷി വകുപ്പിനെ അറിയിക്കുകയും അവർ വന്ന് പരിശോധിക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന വിചിത്ര മറുപടി നൽകി വിത്ത് ഗവേഷണ കേന്ദ്രം അധികൃതർ. ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാന്ന്. പാടത്തിറങ്ങിയ വിത്ത് എങ്ങനെയാണ് കൊണ്ടു ചെല്ലുക എന്നുള്ളത് എനിക്കറിയില്ല. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ളൊരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ വേദന കാണണം, അവർക്ക് അതിന് വേണ്ട പരിഹാരം കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. മുണ്ടകൻ കൊയ്ത്തിൽ നിന്നുള്ള 40 ടൺ നെല്ലിന്റെ പണം 2 മാസമായിട്ടും കർഷകർക്ക് കിട്ടിയിട്ടില്ല. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ തവണത്തെ കൃഷിയും വെള്ളം കയറി നശിച്ചു. അതിന്റെ ഇൻഷുറൻസ് തുകയും നാളുകൾ കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. കടം വാങ്ങിയും ലോൺ എടുത്തും കൃഷി ഇറക്കിയ കർഷകർക്ക് ഇനി കൃഷി ചെയ്യണമെങ്കിൽ അധിക ചെലവുണ്ടാകും. ഇതിന് അധികൃതരുടെ പക്കൽ നിന്നും കർഷകനെ സഹായിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ജിജോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഈ പാടത്ത് വിതച്ചിട്ടുള്ള വിത്ത് മുളയ്ക്കാത്തത് കാരണം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് നമ്മൾ വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വിതയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. കുറച്ച് കൃഷിക്കാർക്ക് ഈ വിത്ത് മേടിക്കാൻ തന്നെ ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ഏക്കറിന് 12,000 രൂപ ചിലവ് വരുന്നുണ്ട്. വരമ്പ് കളയ്ക്കാനും ട്രാക്ടർ അടിക്കാനും നിലൊരുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് മുടക്കി ഇതിനൊരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി ഇനിയിപ്പോൾ അവരിനി അടുത്ത് വരുന്ന വിത്തും ഇനി എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അത് കാരണം കൊണ്ട് അവരിനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പേടിച്ചിട്ട് പണിയണോ വേണ്ടെന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെപ്പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട്. ഇതോടെ സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ. വിത്ത് ഗവേഷണ കേന്ദ്രത്തിന്റെ വീഴ്ചയ്ക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ബസ് തൊഴിലാളികൾക്ക് ആദരവുമായി സഹപ്രവർത്തകർ. ഗുരുവായൂർ, പട്ടാമ്പി, പാലക്കാട് റൂട്ടിലെ ബസ് ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ആദരിച്ചത്. യാത്രക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട യാത്രക്കാരെ ഉടൻ ആശുപത്രിയിലെത്തിച്ച തൊഴിലാളികളായ മനാഫ്, അലിമോൾ എന്നിവരെയാണ് ആദരിച്ചത്. വളാഞ്ചേരി പാലക്കാട് റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസ്സിലെയും പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുധീർ ബസ്സിലെ ജീവനക്കാരുമാണ് രക്ഷകരായത്. കൊല്ലം കൊട്ടാരക്കരയിൽ പ്രതിഭാ സംഗമവും പുരസ്കാര വിതരണവും നടന്നു. CPI നിരപ്പിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് S പുരസ്കാരം വിതരണം ചെയ്തു.
ഒരുപാട് മേഖലകൾ ഉണ്ട് എന്നുള്ളത് സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ അധികൃതർക്ക് മേനി നടിക്കാൻ കഴിയാത്ത മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് പണിക്കർ റോഡിലുള്ള കോർപ്പറേഷൻ ഫ്ളാറ്റ്. ഏതു നിമിഷവും നിലം പൊത്താമെന്ന നിലയിലുള്ള ഫ്ളാറ്റിൽ ജീവൻ കയ്യിലെടുത്ത 24 കുടുംബങ്ങളാണ് അന്തിയുറങ്ങുന്നത്. ഓരോ ദിവസവും പൊളിഞ്ഞു വീഴുന്ന മേൽക്കൂര, ഭിത്തികളിൽ ആഴത്തിൽ വേരിറക്കി കെട്ടിടത്തെ കാർന്നു തിന്നുന്ന ആൽമരവേരുകൾ, മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്നും കക്കൂസ് മാലിന്യവും മഴവെള്ളവും താഴത്തെ നിലകളിലേക്ക് ഒലിച്ചിറങ്ങുന്ന നടുക്കുന്ന കാഴ്ച. സാഹിത്യനഗര പ്രഖ്യാപന തിരക്കുകൾ കഴിഞ്ഞാൽ പണിക്കർ റോഡിലെ ഫ്ളാറ്റിലേക്ക് എത്തിയാൽ മേയർക്കും ഭരണസമിതിക്കും കാണാൻ ദൃശ്യങ്ങളേറെയുണ്ട് ഇവിടെ. നമ്മളൊരു നരകപ്പാവി ആയിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് കാറ്റടിക്കും മഴ കഴിക്കുമ്പോഴൊക്കെ പുറത്തേക്കല്ല 24 കൂട്ടർ പാഞ്ഞ് പുറത്തു പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കോർപ്പറേഷൻ കയറി കഴിഞ്ഞ് നമുക്ക് മതിയായി. എല്ലാം കൂടി പിന്നെ എല്ലാ ചാനൽക്കാരും വന്നിട്ടും അതും മതിയായി. പട്ടാളക്കാരും മറ്റോരും മറത്തോലൊക്കെ കയറി കഴിയാണ് വീട്ടിന്റെ അകത്ത് കേട്ട്. അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അങ്ങനെ ഒന്നായിട്ട് പോയി നമുക്കൊക്കെ വീട് പൊളിച്ചേറ്റുകളാണ്. അതിനെ കോർപ്പറേഷൻ നമുക്ക് കണ്ടിട്ടില്ല ഇതുവരെ കോർപ്പറേഷനിൽ നിന്ന് നമുക്കൊരു സഹായം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇടിഞ്ഞിങ്ങനെ നിരന്തരം ഇടിഞ്ഞ് വീഴുന്നുണ്ട്. ദിവസം ഓരോരുത്തർ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ റൂം കണ്ടില്ല, ഒരു തൽക്കാലം ഇപ്പൊ വാടകയ്ക്ക് പോയി നന്നായിട്ട് പൊളിഞ്ഞ് വീഴുന്നൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്, സുഖമില്ലാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ആണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൊളിച്ച് നന്നാക്കി തന്നാല് നമുക്ക് ഒരു ഇതായിരുന്നു. മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ദുർഗന്ധപൂരിതമായ മുറികളിൽ കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഗതികേട് കൊണ്ടെന്ന് താമസക്കാർ. ബാത്റൂമിലെ കോസറ്റിലെ വെള്ളമാണ്. നമ്മൾ 3-4 കൊല്ലം ഞങ്ങൾ നോക്കിയാൽ കാണല്ലോ എത്ര കൊല്ലം ഇത് നമ്മൾ വന്നപ്പോഴേ ഉള്ള അനുഭവിക്കുന്ന അനുഭവം. കക്കൂസിലെ വെള്ളം. ഞാനൊരു സുഖമില്ലാത്ത ആളിൻ്റെ ഉമ്മൊരു പ്രായമുള്ള ആളാണ്. ഭയങ്കര സ്മെല്ല് അതിൻ്റെ ഉള്ളിൽ. ഔട്ട് ഫാൻ വെച്ചിരിക്കണം, ജനാല അങ്ങനെ തുറന്ന് വെച്ച് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ. പൊളിഞ്ഞ് പിന്നെ വീണതിന് കണക്കില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ പൊളിഞ്ഞ് വീണതൊക്കെ. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് ഇവിടെ. 1983 അന്നത്തെ മേയറായിരുന്ന കെ നാരായണൻ നായരാണ് ഫ്ളാറ്റ് ഉദ്ഘാടനം ചെയ്തത്. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള അടിസ്ഥാന വർഗത്തിന് ഫ്ളാറ്റ് എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാലം. പിന്നീട് 40 വർഷത്തിനിടയിൽ യാതൊരു അറ്റകുറ്റപ്പണിയും കോർപ്പറേഷൻ ഫ്ളാറ്റിൽ നടത്തിയിട്ടില്ല. പരാതിയുമായി എത്തിയാൽ ഒഴിഞ്ഞു പോകാനാവും ആവശ്യം. കണ്ടില്ല അവസ്ഥ കണ്ടില്ല നിങ്ങൾ. ഏത് നിമിഷം പോയി ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥിതികളാണ്. അപ്പൊ നിങ്ങൾ അതിനോട് ഇത് കാണണമെന്ന്. മഴ കനക്കുന്നതോടെ അപകട ഭീഷണിയുള്ള കെട്ടിടത്തിൽ നിന്നും മാറി താമസിക്കണമെന്ന് കെട്ടിടത്തിൽ കോർപ്പറേഷൻ നോട്ടീസ് പതിക്കാറുണ്ട്. എന്നാൽ എങ്ങോട്ട് പോകണമെന്ന ചോദ്യത്തിന് ഒരു കാലത്തും ഉത്തരവ് നൽകിയിട്ടില്ല. കലാസാഹിത്യ രംഗങ്ങളിലെ പുരോഗതി ഒരു നാടിന്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്നു. അതേസമയത്ത് തന്നെ ദുരിതജീവിതം നയിക്കുന്ന അടിസ്ഥാന വർഗത്തെ കൈപിടിച്ചുയർത്തേണ്ടതും ഭരണാധികാരികളുടെ പരിഗണനാ വിഷയമാവണം. കോഴിക്കോട്ടു നിന്നും ക്യാമറമാൻ ശ്രീജിസി കല്ലുമുട്ടിക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ഇപ്പോൾ +1 സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ്. നിയമസഭയിലേക്കാണ് യൂത്ത് ലീഗ്
പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നിയമസഭയിലേക്കാണ് യൂത്ത് ലീഗിന്റെ മാർച്ച്. നമുക്ക് നിരവധി പ്രവർത്തകരെ, ഒപ്പം KSU പ്രവർത്തകരും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സമര മുഖത്ത് കാണാൻ സാധിക്കുന്നു. സമരം പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നിലവിൽ എന്താണ് സാഹചര്യം? 10 മിനിറ്റ് മുമ്പാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധമായി നിയമസഭാ കവാടത്തിന് മുമ്പിലേക്ക് എത്തിയത്. ഇവിടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ബാരിക്കേഡ് തീർത്ത പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം കയ്യിൽ കൊടികൾ എടുത്ത് എറിയാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡ് ഇളക്കി മറിച്ച് പ്രവർത്തകരെ താഴെ ചാടിക്കാനുള്ള നീക്കമാണ് പോലീസ് മറുവശത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലർ അവിടെ നിന്ന് തെറിച്ച് താഴേക്ക് വീണിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടില്ല. കാരണം പ്രവർത്തകരുടെ വലിയൊരു ബാഹുല്യമുണ്ട്, പ്രതിഷേധക്കാരുടെ വലിയൊരു ബാഹുല്യമുണ്ട്. അവർ ഈ മുൻവശത്തുള്ള റോഡ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കയറുന്ന വഴിയിലേക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന രീതിയിലാണ് പ്രതിഷേധക്കാരുടെ എണ്ണം ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. സ്വാഭാവികമായി ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ബാരിക്കേഡിന് സമീപത്തേക്ക് പ്രതിഷേധക്കാർ എത്തുമ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാധാരണ ശൈലിയുണ്ട്. പക്ഷേ അതൊന്നും പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാൻ ശ്രമിച്ചവരെ മാത്രമാണ് പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് ബാരിക്കേഡ് തള്ളി അപ്പുറത്തേക്ക് മറിച്ചിടാൻ ശ്രമിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സാധാരണയായി പ്രതിഷേധക്കാരെ നേരിടുന്ന ശൈലിയിൽ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചുകൊണ്ട് അവരെ നേരിടാനുള്ള നീക്കമായിരിക്കും പോലീസ് നടത്തുക. എന്തായാലും വലിയൊരു പ്രതിഷേധക്കാരുടെ ബാഹുല്യമാണ് ഇപ്പോൾ +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിഷേധം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട്, സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോടും അതോടൊപ്പം തന്നെ മലപ്പുറത്തുമൊക്കെ നടന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രതിഷേധം ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ്. എന്തായാലും അതിനിടയിലാണ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ യൂത്ത് ലീഗിന്റെ മാർച്ച് നടക്കുകയാണ് നിയമസഭയിലേക്ക്. വലിയൊരു പ്രാതിനിധ്യം ബഹുജന പ്രാതിനിധ്യം നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴിതാ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത് നിയമസഭയിലേക്ക്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് താമിയുടെ വേളയ്ക്ക് ശേഷം. പരാമർശമുള്ളത് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ തരത്തിൽ അത്തരം വിമർശനങ്ങൾ CPMന്റെ കമ്മിറ്റികൾ പോലും മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത വർദ്ധിച്ചതാണ് പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന പരാമർശം CPMന്റെ നേതൃയോഗങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഇത് ആ രീതിയിലുള്ള വിമർശനമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇടതുമുന്നണിയിലെ നേതാക്കൾ ലക്ഷ്യമിട്ടാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയ കത്തിലൂടെ അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അടിമുതൽ മുകൾ വരെ എല്ലാ തലങ്ങളിലും ആത്മവിമർശനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സന്നദ്ധമാകണം. യാഥാർത്ഥ്യങ്ങളെ തൊടാതെ വ്യാഖ്യാന പാടവം കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർത്ഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിന് മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയതുപോലെ ബന്ധമുണ്ടോ? അവർ ഇടതുപക്ഷത്തിന്മേൽ അർപ്പിച്ചതും വിശ്വാസത്തിന് ഇടിവുണ്ടായത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നു. എല്ലാത്തിനേക്കാളും വലുത് ജനങ്ങളാണ്. നിറഞ്ഞ കൂറോടും വിനയത്തോടും വേണം ഇടതുപക്ഷം ജനങ്ങളോട് ഇടപെടാനെന്ന് ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഈ ബൈക്ക് ഓപ്പറേറ്ററെ ശകാരിച്ചത് ഉൾപ്പെടെ പല വിഷയങ്ങളും അസഹിഷ്ണുത എന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം CPI കമ്മിറ്റികളിലും അത്തരം കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി വേണം ബിനോയ് വിശ്വത്തിന്റെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6600, പവൻ 52,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5515, പവന് 44,120.
വെള്ളി ഗ്രാമിന് 94, കിലോയ്ക്ക് 94,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.